ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഫ്രൂട്ട് കസ്റ്റേർഡാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ മുന്തിരി, ഓറഞ്ച്, പിന്നെ ആപ്പിള്, പിന്നെ മാതള നാരങ്ങ, പിന്നെ പൈനാപ്പിള്. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ ഞാൻ പകുതിയാണ് എടുക്കണത്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇനി ഇത് 4ആയിട്ട് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഇവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാതള നാരങ്ങ എടുത്തു വച്ചിട്ടുണ്ട്. അത് മുഴുവനും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ആ കുറച്ച് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായി അരിഞ്ഞ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഓറഞ്ച് തൊലി കളഞ്ഞെടുക്കാം. ഇത് ചെറിയ ഓറഞ്ച് കാരണം ഇത് ഞാൻ മുഴുവനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരു കളയണം. കുരു കളഞ്ഞിട്ട് നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറുത്ത മുന്തിരിയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരി ഫ്രഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് കുരുയില്ലാത്ത ഉണക്കമുന്തിരിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി കുരുയില്ലാത്ത പച്ചമുന്തിരിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അടച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം. തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഇനി ഇത് പൊട്ടിച്ച് ഇതിൻ്റെ വെള്ളയും മഞ്ഞയും നമുക്ക് വേർതിരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ മഞ്ഞയാണ് വേണ്ടത്, വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ വെള്ളം നമ്മൾ കളയണില്ല. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ മഞ്ഞ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ മുട്ടയും നമുക്ക് ഇതേപോലെ തന്നെ മഞ്ഞ മാത്രമാക്കി എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ഈ മഞ്ഞക്കുരു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് 1-2 ടീസ്പൂൺ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ്. 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും കോൺഫ്ലോറും മുട്ടയും എല്ലാം കൂടിയിട്ട് കട്ടയില്ലാണ്ട് നമുക്കത് കിട്ടണം. ഇപ്പോൾ ഇത് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ 1.5 കപ്പ് പാലാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് പാൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി പാലും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് പാൽ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പാലെടുത്ത് അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചൂടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം.
ഇത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി കുറുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് തണുത്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം. ഇപ്പോൾ ഇതേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. 1.5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യണ ബൗളിലേക്ക് ഫ്രൂട്ട്സ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ പാലിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ പാലിൻ്റെ മിക്സും ഫ്രൂട്ട്സും സെപ്പറേറ്റ് ബൗളിലാക്കിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കണം. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. ഇപ്പോൾ ദേ നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്. കുറച്ച് വാനില ഐസ്ക്രീമും കൂടി വെച്ച് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റാണ്. മുട്ടയുടെ വെള്ള നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.